സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എടി പെണ്ണെ, നീ കൊച്ചിനെ വെച്ചിട്ട് പണിയൊന്നും എടുക്കണ്ടേ? കൊച്ചിനെ എവിടെയാണ് കിടത്തിട്ട് ജോലി എടുക്കുക. ആ, കുഞ്ഞുങ്ങളായ കരയൊക്കെ ചെയ്യും. നീ ആദ്യമായിട്ട് പ്രസവിച്ചത് കൊണ്ടാ. 2-3 ആകുമ്പോ ഒക്കെ ശരിയായിക്കോളും. ചെല്ല്, ഇല്ലെങ്കിൽ വാർഡൻ ഞങ്ങളെയാ ചീത്ത പറയുന്നത് അല്ലേടി? ആ ചെല്ലു വേണ്ടേ, നീ വാങ്ങിച്ചിരിക്കുന്നു. വിശക്കുന്നുണ്ടാവും. നീ എന്നെ ശ്രീദേവി എന്ന് പറഞ്ഞേക്കും. കൊണ്ടുവന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ്. എന്തു മരിച്ച ദുഃഖം ഇന്നും തന്നെ വിട്ടുമാറിയിട്ടില്ലെന്നറിയാം. ഒരിക്കലും അത് മാറുകയുമില്ല. എന്നാലും താൻ ചെറുപ്പമാണ്. ഈ ഏകാന്തതയിൽ നിന്നും കുറച്ചെങ്കിലും മോചനം കിട്ടണമെങ്കിൽ താൻ മറ്റൊരു വിവാഹം കഴിക്കണം. ശരി അരവി, നീ ഒരു വിവാഹം കഴിച്ചാലേ. ഇല്ല ശാന്തലി, ഇനിയൊരു വിവാഹത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. തന്നെ ഞങ്ങൾ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. വിവാഹം കഴിഞ്ഞ ഉടനെ എത്രയോ പേരുടെ ഭാര്യമാർ മരിച്ചിരിക്കുന്നു. അവരൊക്കെ ജീവിക്കുന്നില്ലേ? എല്ലാം ഓരോരുത്തരുടെ ഫേറ്റാണ്. മേനോൻ ചേട്ടനും ശാന്തയെടുത്തും എന്നെ നിർബന്ധിക്കരുത്. എന്റെ ഇന്ദുവിന്റെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയെ ഇല്ല, എനിക്കതിന് കഴിയില്ല. രവീഷ്ണല്ലേ ശ്രീദേവിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്? ശാപം കിട്ടുമെന്ന് എനിക്ക് പേടി. പെണ്ണ് മനസ്സുകൊണ്ട് ശപിച്ച എന്താ ഉണ്ടാവാന്നറിയോ? വീട്ടിലുള്ളവർക്കാ അതിന്റെ ദോഷം. അവിവാഹിതയായ നിങ്ങൾ ഇപ്പോൾ 3 മാസം ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? മാന്യന്മാരായ എല്ലാ തന്തമാരുടെയും പേര് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളുടെയെങ്കിലും പേര് പറയാമോ? പിതാവ് ആരാണെന്നറിയാത്ത ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ സ്ത്രീയെ എങ്ങനെ നല്ലവളെന്ന് വിശ്വസിക്കാൻ കഴിയും? ഈ നഗ്നമായ സത്യം ഒന്നുകൊണ്ട് തന്നെ കലയുടെ മറവിൽ വ്യഭിചാരം നടത്തിയിരുന്ന ഒരു സ്ത്രീയാണ് പ്രതി എന്നത് സ്പഷ്ടമാണ്. She deserves the maximum punishment. ശ്രീദേവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ രവീഷ്ണ ഈ കേസ് വാദിക്കുമായിരുന്നു. ഹലോ, താനെന്താടോ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? പിന്നെ എന്തൊക്കെയുണ്ട്? തന്റെ തീരുമാനത്തിന് വല്ല മാറ്റവും ഉണ്ടായോ? ആദ്യമൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ലെന്നും മറ്റൊരു വിവാഹം വേണ്ടെന്നും ഒക്കെ തോന്നും. പിന്നെ കാലമല്ലേടോ, അവൻ ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ തീരുമാനത്തെ തന്നെ ചിലപ്പോൾ മാറ്റിയെന്ന് വരും. ആ തീരുമാനത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് വേറൊരു കാര്യത്തിനാണ്. എന്താ കാര്യം? ഒരു കൊലക്കേസിൽ 7 കൊല്ലം ശിക്ഷിച്ച് ഇവിടെ ജയിലിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ശ്രീദേവി. ശ്രീദേവി? ഓ, മനസ്സിലായി. അവളിപ്പോ പെൺകുട്ടിയൊന്നുമല്ല, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. 6 മാസം മുമ്പ് അവള് പ്രസവിച്ചു. ഞങ്ങൾക്ക് കുറ്റവാളികളെ മാത്രം നോക്കിയാൽ പോരല്ലോ, അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടി നോക്കണം. എന്താ പ്രത്യേകിച്ച്? എനിക്ക് അവരെ ഒന്ന് കാണണം. എന്താ, അപ്പീൽ പോകാൻ വല്ല പരിപാടിയുണ്ടോ? അതിന് ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടറല്ലേ. പിന്നെന്താണാവോ? ഇന്ദുവും ശ്രീദേവിയും തമ്മിൽ പരിചയക്കാരായിരുന്നു. എനിക്ക് അവരെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, കാണാമല്ലോ. വരൂ. ഇതാണ് അവരുടെ കുട്ടി. അവരെവിടെ പോയി? 3 നേരവും സുഭിക്ഷമായി ആഹാരം കൊടുക്കുന്നതല്ലേ. എന്തെങ്കിലും ജോലി ചെയ്യിക്കണ്ടേ? ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ വിളിക്കാം. ശരി.
സാറെന്തിനാ എന്നെ വിളിപ്പിച്ചത്? ശ്രീദേവിക്ക് എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞത്? ഞാൻ സൂപ്രണ്ട് മേനോനൊന്ന് കാണാൻ വന്നതാ. അപ്പോ ശ്രീദേവിയെ കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അത്രയ്ക്കുള്ളൊരു ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. പിന്നെ വെറും ഒരു നേരം പോക്ക് അല്ലേ? അല്ല, എന്റെ ഭാര്യ ഇന്ദുവിന് ശ്രീദേവി വലിയ ഇഷ്ടമായിരുന്നു. ശ്രീദേവി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കാണാൻ വരാറുള്ള ഒരു ഇന്ദുവിന് ഓർമ്മയില്ലേ? അത് സാറിന്റെ ഭാര്യയാണോ? അതെ. ഇന്ദുവിന് സുഖമാണോ സാർ? പ്രസവിച്ചെടുക്കുകയായിരിക്കും അല്ലേ? അല്ല, ഇന്ദു മരിച്ചുപോയി. എന്താണോ സംസാരിച്ചു കഴിഞ്ഞോ? പോകാം. ആ കുട്ടിയെ അവിടെ കെട്ടിയിട്ട് പോയി ജോലി ചെയ്തു. താൻ എന്താണ് ഈ പറയുന്നത്? എവിടെയോ അലവലാതിയായി നടന്ന് ഒരു കൊലപാതകവും ചെയ്ത് ജയിലിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ തന്നെ എടുത്ത് വളർത്തണമെന്നുണ്ടോ? എടോ, ഇവിടെ ഒരുപാട് അനാഥാലയങ്ങളുണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തിയാൽ ഇതിനേക്കാൾ അന്തസ്സാണ്. അനാഥയായ ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുക എന്നതല്ല എന്റെ ഉദ്ദേശം. പിന്നെ? ഓ, താൻ 7 കൊല്ലത്തെ ശിക്ഷ വാങ്ങിക്കൊടുത്തതിലുള്ള വിഷമം കൊണ്ടായിരിക്കും. എടോ, ഇവിടെ ജീവപര്യന്തവും മരണശിക്ഷയും വിധിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ വക്കീലന്മാർക്ക് സിമ്പതി തോന്നി തുടങ്ങിയാൽ വിഷമിച്ചു പോത്തേ ഉള്ളൂ. തനിക്കിത് എന്തു പറ്റി? എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ, ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം. മേനോൻ ചേട്ടാ, എന്റേതെന്ന് പറയാൻ എനിക്കൊരു കുട്ടിയില്ല. ഇന്ദുവിന് ശ്രീദേവി വലിയ ഇഷ്ടമായിരുന്നു. ശ്രീദേവിയുടെ കേസ് നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് ഇന്ദു എന്നോട് പറയാറുണ്ടായിരുന്നു. അന്ന് ഞാനത് ചെയ്തില്ല. ഇന്ന് ആ സ്ത്രീയുടെ കുഞ്ഞ് ജയിലിൽ കിടന്ന് നരയിക്കുന്നത് കാണുമ്പോൾ അതിനോടൊരല്പം കരുണ കാണിക്കുന്നത് തെറ്റാണെന്നാണോ മേനോൻ ചേട്ടൻ പറയുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ തന്റെ ഇഷ്ടം. വേണ്ട സാർ, എനിക്ക് ശിക്ഷ വാങ്ങി തന്നതിലുള്ള സഹതാപം കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനവുമായി സാർ ഇപ്പോൾ വന്നത്. അല്ല, ഒരു തെറ്റും ചെയ്യാത്ത ഈ കുഞ്ഞെങ്കിലും നല്ല നിലയിൽ വളരട്ടെ എന്ന് കരുതിയാണ്. സാർ, ഇപ്പോൾ കാട്ടുന്ന ഈ സഹതാപത്തേക്കാൾ എത്രയോ നന്നായിരുന്നു അന്ന് എനിക്കൊരു വധശിക്ഷ വാങ്ങി തന്നിരുന്നെങ്കിൽ ഞാനും എന്റെ മോനും ഒരുമിച്ച് ഒരു നിമിഷം കൊണ്ട്. ശ്രീദേവി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ ശ്രീദേവിയുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി. ആ തെറ്റിന്റെ ശിക്ഷ ഒന്നും അറിയാത്ത ഈ കുഞ്ഞോട് അനുഭവിക്കണം. എനിക്ക് ശ്രീദേവിയോട് ഒന്നേ പറയാനുള്ളൂ. ഈ കുഞ്ഞിന്റെ നന്മയോർത്തെങ്കിലും മോനെ എന്റെ കൂടെ വളരാൻ അനുവദിക്കും. എന്റേതെന്ന് പറയാൻ എനിക്ക് കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഇവന്റെ മുഖം കണ്ട നിമിഷം മുതലാണ് ഞാൻ മരണത്തെ മറക്കാൻ തുടങ്ങി. ഇല്ല സാർ, എന്റെ മോനെ ഞാൻ തരില്ല. എനിക്കതിനാവില്ല. രവി, എന്താണ് ഈ പറയുന്നത്? ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുക എന്നത് അത്ര വലിയ തെറ്റാണോ? എനിക്ക് അതാണ് മനസ്സിലാകുന്നത്. കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നത് മനുഷ്യത്വമാണെന്ന് ഞാൻ പറയും, തെറ്റാണെന്ന് പറയുന്നില്ല. എന്നാൽ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ എടുത്ത് വളർത്താൻ മാത്രം രവിയും ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ബന്ധവുമില്ല. ശശികലയ്ക്ക് അറിയാമോ, ശ്രീദേവിയുടെ കേസ് നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇന്ദു ആദ്യം ചോദിക്കുന്നത് ശ്രീദേവിയെ കുറിച്ചായിരുന്നു. ശ്രീദേവിയെ ശിക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ പ്രൊഫഷനെ കുറിച്ച് അറിയാനിട്ടാണെങ്കിൽ കൂടി
അന്ന് അവൾ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. എന്റെ എന്തോ ജീവിച്ചിരുന്നപ്പോ ആ കുറ്റപ്പെടുത്തലിലൊന്നും ഞാൻ കാര്യമായിട്ടെടുത്തില്ല. പക്ഷേ ഇന്ന് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ശ്രീദേവിയുടെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ ശശികല പറഞ്ഞാൽ ശ്രീദേവി സമ്മതിച്ചേക്കും. അത് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമാണ് എനിക്കറിയേണ്ടത്. ഞാൻ പറഞ്ഞു നോക്കാം. ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും കൊടുക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാതെ കഴിയാൻ പറ്റില്ല. കുഞ്ഞുമായി ഇവിടെ എത്ര നാൾ കഴിയാമെന്നാണ് ശ്രീദേവിയുടെ വിചാരം. കുഞ്ഞിന് 1 വയസ്സ് തികയുന്നത് വരെ മാത്രമേ ഇവിടെ താമസിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. 1 വർഷം തികഞ്ഞാൽ കുഞ്ഞിനെ നിയമപ്രകാരം ഏതെങ്കിലും ഒരു അനാഥാലയത്തിലേക്ക് മാറ്റും. 1 വയസ്സാകുമ്പോൾ ശ്രീദേവി തന്റെ അമ്മയാണെന്ന് കുഞ്ഞിന് മനസ്സിലാകാനും തുടങ്ങും. അപ്പോഴുള്ള അകൽച്ചയേക്കാൾ നല്ലത് ഇപ്പോഴേ. നിന്റെ വേദന എനിക്കറിയാം കുട്ടി. പക്ഷെ എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ. അനാഥാലയത്തിൽ വളരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നീ അറിയുന്ന ഒരു മനുഷ്യന്റെ സംരക്ഷണയിൽ നിന്റെ കുഞ്ഞ് വളരുന്നത്. വലുതാകുമ്പോൾ നിന്റെ കുഞ്ഞിനെ ആർക്കും അനാഥ കുട്ടിയായി കാണാനും കഴിയില്ല. അഡ്വക്കേറ്റ് രവി ഇങ്ങനൊരു തീരുമാനം എടുത്തത് നിന്റെ ഭാഗ്യത്തിനാണ്. ഭാര്യയും കുഞ്ഞും മരിച്ച ദുഃഖത്തിലാണ് ആ മനുഷ്യനിപ്പോ. നീ കുഞ്ഞിനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ ഇന്ന് രവി അനുഭവിക്കുന്ന ദുഃഖത്തിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടും. ശ്രീദേവി, നിന്റെ കുഞ്ഞിനെ രവി സ്വന്തം കുഞ്ഞായി വളർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.